ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ ഞാൻ കുറെ വീഡിയോസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൊനൗൺസിയേഷനും കോൺഫിഡൻസ് ലെവലും എല്ലാം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ്. ഇപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഗോളിനെ പറ്റിയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഓരോ ഗോൾ ഉണ്ട്. അത് അച്ചീവ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ സ്വപ്നം കാണാറുമുണ്ട്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യണം, ആഗ്രഹിക്കണം, അതേപോലെ തന്നെ സ്വപ്നവും കാണണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നേടിയെടുത്തിരിക്കണം. ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ സ്വപ്നമാണ്. ഇപ്പൊ ഓരോരുത്തർ വിചാരിക്കുന്നുണ്ടാവും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അത് വലിയൊരു ടാസ്ക് ആണ്, അത് എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്തിനാ എന്നെ മെനക്കെടുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പം നമ്മളെ നമ്മളെ താഴ്ത്തി, അതായത് നമ്മളെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയും. നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വേണ്ടി പറയും, നീ എന്തിനാ ഇത് പഠിക്കുന്നത്, നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേഴ്സണലി അങ്ങ് ഡൗൺ ആവാണ്. നമ്മൾ അങ്ങനെ ഡൗൺ ആവരുത്. നമ്മൾ അത് വിചാരിക്കണം, നമുക്കൊരു ഗോളാണ്. അപ്പൊ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യും. നമ്മളിപ്പോ ഓരോ കാര്യത്തിനും ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഭാവിയിൽ ഇതാവണം, അതാവണം, എനിക്ക് ഇത് അച്ചീവ് ചെയ്യണം, അത് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പല ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരിക്കും, ഇത്ര മാസത്തിനുള്ളിൽ പഠിച്ചിരിക്കും എന്ന് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യും, നല്ലതുപോലെ വർക്ക്ഔട്ട് ചെയ്യണം. ഇപ്പൊ ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഇതിൽ കഥകൾ കേട്ട് ഈ കഥകൾ വിട്ടേക്കുക, നമ്മൾ അത് മൈൻഡ് ചെയ്യാനേ പാടില്ല, നമ്മൾ അത് ചിന്തിക്കാനേ പാടില്ല. നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ കാര്യമാണ്. ഇപ്പം പറയുന്ന ആൾക്കാരൊക്കെ നാളെ നമുക്ക് തുണയായി വരുമോ? ഒരിക്കലും വരത്തില്ല. അവരങ്ങനെയൊക്കെ അവർ പറയേണ്ടതാണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളും 3 മാസം കഴിഞ്ഞു, നമ്മളിപ്പം നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് തുടങ്ങിയിരിക്കട്ടെ, എന്നിട്ട് അവരെന്താ പറയാ, അവര് വീണ്ടും അത് തന്നെ പറയും, ആഹാ നീ ഇത്രയൊക്കെ പഠിച്ചില്ല, നന്നായി മോനെ, ഞാൻ അന്ന് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ, അങ്ങനെയൊക്കെ അവർ പറയും. അവർ പല രീതിയിൽ സംസാരിക്കും, മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. നമ്മൾ അതിൽ ചെന്ന് വീഴരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഓരോ സബ്സ്ക്രൈബർ എനിക്കിങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഡൗൺ ആക്കുന്ന പോലെയാണ്. അപ്പം എന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ആ കുട്ടി വിളിക്കുന്നത്, മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് പഠിക്കുന്നത് വലിയ ടാസ്ക് അല്ല എന്ന് പറഞ്ഞു. കാരണം അതിന് ബേസിക്കലി ഇംഗ്ലീഷിന്റെ എന്താ ബേസിക് കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ തീരെ സംസാരിക്കാനോ കോൺഫിഡൻസ് അവിടെ ഒട്ടുമേ ഇല്ല. അപ്പൊ ഞാൻ അതിനെ പറഞ്ഞ് കുറച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് താല്പര്യം ഇതാക്കിയിട്ട് ക്ലാസ് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിൽ നിന്നും ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എനിക്ക് തോന്നി. പല ആൾക്കാർ ഇതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ ഫേസ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇംഗ്ലീഷിന്റെ കാര്യം വരുമ്പോഴത്തേക്കും. അപ്പൊ അത് നിങ്ങൾ ആ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് എന്തായാലും നിങ്ങൾ മുന്നിട്ട് ഇറങ്ങുക, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, സീ യു.